അതിനർത്ഥം കുരുസഭയോട് നാം ക്ഷമിക്കണമെന്നാണോ? അതെ സഖി, ക്ഷമിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ പ്രതികാരദാഹത്തിൽ അകപ്പെടുകയുള്ളൂ, നീതി പ്രവർത്തിക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്യും. പ്രതികാരമെന്നത് ദുഷ്കർമ്മമാണ്. ന്യായം സത്കർമ്മമാണ്. ഇതിലെന്ത് വ്യത്യാസമാണുള്ളത്? ആര്യവർത്തത്തിലെ ചക്രവർത്തിയുടെ പത്നിയായ ചക്രവർത്തിനിയോട് ഇത്രയും ദുഷിച്ച രീതിയിൽ പ്രവർത്തിച്ചവർ ജഗത്തിലെ സാധാരണ സ്ത്രീകളെ എന്താണ് ചെയ്യുക എന്നത് ചിന്തിച്ചു നോക്കിയാലും സഖി. സ്വന്തം വേദനയിലൂടെ പ്രപഞ്ചത്തിന്റെ വേദനകൾ മനസ്സിലാക്കി, സ്വന്തം ദുഃഖങ്ങളെ സമരശക്തിയാക്കി മാറ്റും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് സഖി, സ്വന്തം വേദനകളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവർ ദുർബലരായി മാറുന്നതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി സമൂഹത്തിന്റെ വേദനകളെയെല്ലാം പൂർണ്ണമായും ഹൃദയത്തോട് ചേർക്കുകയാണെങ്കിൽ ആ വ്യക്തി ബലശാലിയായി മാറുന്നു. സ്വന്തം വേദനകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നത് ദുഷ്കർമ്മം തന്നെയാണ്. എന്നാൽ സമസ്ത പ്രപഞ്ചത്തിന്റെയും വേദന അകറ്റുവാനുള്ള ഉപായം കണ്ടെത്തുന്നത് സത്കർമ്മമായി. അതെ സഖി, നാം നിന്നോട് പറയുകയാണ്, സർവപ്രഥമമായി നീ ദുര്യോധനനോട് ക്ഷമിക്കുവാൻ ശ്രമിക്കൂ. അതുതന്നെ അവന്റെ വിനാശത്തിലേക്കുള്ള പ്രഥമമായ കാൽവയ്പായിരിക്കും. പിന്നീട് ഈ ജഗത്തിലുള്ള ദുര്യോധനനെ പോലെയുള്ള ദുഷ്ടന്മാരെ ആകമാനം വിനാശം ചെയ്യുവാനുള്ള ഉപായമാണ് അന്വേഷിക്കേണ്ടത്. നമുക്ക് വേണ്ടി മാത്രമല്ല സഖി, പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. സമൂഹത്തിലെ ദുർബലരായ സ്ത്രീ പുരുഷന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി പോരാടാൻ ശ്രമിക്കും. പരമാർത്ഥം പ്രാപ്തമാക്കുവാൻ വേണ്ടി നടത്തുന്ന ആ യുദ്ധം എത്രത്തോളം തന്നെ ഹിംസാത്മകമാണെങ്കിലും ശരി, അത് ധർമ്മയുദ്ധം തന്നെയായിരിക്കും. പറയൂ, ഈ കാര്യം സാധ്യമാകുമോ സഖി? നിശ്ചയമായും ഗോവിന്ദ. നമ്മുടെ ഹൃദയത്തിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അങ്ങ് അവിടെ ജ്ഞാനദീപം തെളിയിച്ചിരിക്കുകയാണ്.